ഇവിടെ അവൻ. ഓട് 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 ഓട്. അമ്മ ഓടാൻ പറഞ്ഞോടെ കിടത്തിയ ഓട്. അങ്ങനെ ഓടുക. ഓടാൻ പറഞ്ഞ് കിടത്തിയ ആളുണ്ടേ ഇവിടെ. ഇവിടെ നീണ്ടു നിവർന്ന് വിസ്തരിച്ച് കിടക്കണ്. ചാടി ചാടിയേ ഓടി ചാടി. ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായല്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, കുറച്ച് തിരക്കിലായി പോയി. അത് എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും തിരക്ക് വന്നു. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ വീഡിയോ തട്ടിക്കൂട്ടിയൊക്കെ ഇട്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിലെ വിശേഷങ്ങളാണ് കാണിക്കാറുള്ളത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വീട്ടിലെ വിശേഷങ്ങളൊന്നും കാണിക്കാൻ 2-3 ദിവസം ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതാണ് മെയിനായിട്ട്. ഞാൻ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഈവനിങ്ങൊക്കെ ആവുന്നുണ്ട് വീട്ടിലൊക്കെ എത്താൻ. ഇങ്ങനെ പോയാലും 2:30-3 മണി അങ്ങനെയൊക്കെ ആവും. പിന്നെ ഞാൻ എന്ത് വിശേഷമാണ് കാണിക്കുക. പിന്നെ ഞാൻ പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വില്ലേജിലും അതുപോലെ അക്ഷയയിലും ബാങ്കിലും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊന്നും നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ നൈറ്റിലൊക്കെ ആണെങ്കിലും പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടിയുടെയൊക്കെ അച്ഛൻ ഒരു യാത്ര പോവുകയാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജോലി സ്ഥലത്തു നിന്ന്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂട്ടുകാണല്ലോ, നൈറ്റ് തന്നെ കിടക്കാൻ പറ്റില്ലല്ലോ പിള്ളേരെ ഇട്ടിട്ട്. അപ്പോൾ അമ്മ രാവിലെ തന്നെ അച്ഛൻ്റെ കൂടെ വന്നു. അപ്പോൾ സൺഡേ ആയത് കാരണം ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണിക്കാണെങ്കിൽ മോരുകറി കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, അമ്മമ്മ വരുമ്പോൾ മോരുകറി ഉണ്ടാക്കിയിട്ട് വരുമോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം അമ്മ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ വന്നപ്പോൾ മോരുകറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചിക്കൻ കറി വയ്ക്കായിരുന്നു. പിന്നെ നമ്മുടെ ആ ഇഡ്ഡലി പാത്രത്തിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചക്കടയാണ് കേട്ടോ. അപ്പോൾ അത് അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നത് തന്നെയാണ്. എൻ്റെ ആൻറ്റി അവിടെ ആൻറ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചക്ക കിട്ടിയിട്ട് അവിടെ ഉണ്ടായതോ മറ്റോ ആണ്. അപ്പം ആൻറ്റിക്ക് അറിയാലോ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് ചക്കട എന്നുള്ളത്. അങ്ങനെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ചക്ക ഇരിക്കുന്നുണ്ട്, പഴുത്ത് ചക്ക ഇരിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നത് 11 മണിക്കൊക്കെയാണ്. അവിടെ ബാറൊക്കെ അടച്ചിട്ട് വരുന്നത്. ആ നേരത്ത് അച്ഛൻ മടത്തിക്കര കയറി ആൻറ്റിയുടെ വീട്ടിൽ പോയി ചക്ക എടുത്തിട്ട് വന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛനും അമ്മയും കൂടെ ചക്കയൊക്കെ റെഡിയാക്കി ചക്ക അടയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു 9-9:30 ആകുമ്പോഴേക്കും ഇറങ്ങും വേണം. അപ്പോൾ ആ നേരത്ത് അമ്മേനെ ഇവിടെ ആക്കിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അടപ്പത്തായിട്ടുള്ള ചക്കട കുറച്ചും കൂടെ വേവാനുള്ളത് പോലെ തോന്നി അവർക്ക്. അപ്പോൾ വെച്ച് ബാക്കി വേവ് ഇനി ഇവിടെ വന്നിട്ട് വേവിക്കാമെന്ന് വിചാരിച്ച് അവർ വേഗം അത് പാക്കൊക്കെ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ബാക്കി ഇനിയിപ്പോൾ വേവാനുണ്ടെങ്കിൽ വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇഡ്ഡലി പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വേവിക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ രാവിലെ നേരം വെളുത്തപ്പോൾ മുതലേക്ക് ഭയങ്കര ഫോൺ വിളിയും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു കുഞ്ഞു യാത്ര നമ്മുടെ ഈ അതിരപ്പിള്ളി മലക്കപ്പാറ വാൽപ്പാറ ആ ഭാഗം തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ അടുത്ത്. അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇറങ്ങുന്നത്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ണൻകുട്ടീനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒട്ടുമിക്ക പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കറി വയ്ക്കുക, അടിക്കൽ തുടയ്ക്കൽ അങ്ങനത്തെ പരിപാടികൾ. അപ്പോഴേക്കും ചക്ക നോക്കിയപ്പോൾ അവിടെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്കനാണെന്നുണ്ടെങ്കിൽ ചക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയാണേ. ഭയങ്കര ഇഷ്ടമാണ് ചക്കട. അതിപ്പോൾ ഇന്നുള്ള ഇഷ്ടമല്ല, അതെനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ചക്കട ഉണ്ടാക്കും. അപ്പോൾ അതെന്നിൽ നിന്ന് പകർന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു അവന്. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ അവന് കൊടുക്കും. അപ്പോൾ അവനത് കഴിക്കാനും നമ്മൾ ചക്ക ഇങ്ങനെ കുഴച്ച് ഒക്കെ ആക്കിയിട്ടല്ലേ അരിപ്പൊടിയിൽ കുഴച്ച് ശർക്കരയും ഒക്കെ ഇട്ട് മധുരമാണ് കഴിക്കാനും വലിയ പ്രശ്നമില്ല. നമ്മൾ സാധാരണ അട ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി കുറച്ച് ഹാർഡായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ ബുദ്ധിമുട്ടത്. ചക്ക വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടല്ലേ വരിക. അപ്പോൾ അവനത് കഴിക്കാനും വലിയ വിഷയമില്ല. അപ്പോൾ അടുക്കളയിലത്തെ പണിയും അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണൻകുട്ടിക്ക് ചക്കട കൊടുക്കാനായിട്ടിരുന്നു കേട്ടോ. മുഖത്ത് എന്താ ഒരു സന്തോഷം, ഭയങ്കര ഇഷ്ടമാണ്. അത് നോക്കി നുണയുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്കും കണ്ണന് വേണ്ടി 2 അടയും കൊണ്ടുവന്ന് വെച്ച് ഇവർ ചേട്ടനും അമ്മയും. കല്ലൂന് എന്തോ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. കല്ലൂന് അങ്ങനെ ഒന്നിനോട് അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് ആകെ താല്പര്യമുള്ളത് ഈ ചോക്ലേറ്റ്, വറവ് സാധനങ്ങൾ. അതും വറവ് എല്ലാത്തിനോടൊന്നും താല്പര്യമില്ല. അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ആൾക്കിപ്പോൾ ഒരു കൊതി എന്ന് പറയാനായിട്ടുള്ളത്. അതാ. അല്ലാതെ ഇപ്പോൾ ഇറച്ചി മീനാണെങ്കിലും വീട്ടിൽ പിങ്ങിനി ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണെങ്കിലും അതൊന്നും അവൾക്കും വലിയ നോട്ടമൊന്നുമില്ല. ആളവിടെ ആളുടെ ലോകത്ത് റൂമിൽ പോയിരുന്ന് എന്തോ വരയ്ക്കുകയെ
എഴുത എന്തൊക്കെയായിട്ട് ആളിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ അല്ല കേട്ടോ, ഈ ഒരു ദിവസം സാറ്റർഡേ ശനിയാഴ്ചയായിരുന്നു. ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞായറാഴ്ച കേട്ടോ. അപ്പോൾ അവൾക്ക് ട്യൂഷനും ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ക്ലാസ്സും ഇപ്പോൾ 2-3 ദിവസമായിട്ടില്ല, 4 ദിവസം അടുപ്പിച്ച് മുടക്ക് കിട്ടി. അപ്പോൾ ട്യൂഷനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ ഈ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എങ്ങോട്ടും പോകണ്ട, പഠിക്കും വേണ്ട. അപ്പോൾ സ്ലൈറ്റൊക്കെ എടുത്തുകൊണ്ട് നടന്ന് എന്തൊക്കെയോ പണികളൊക്കെ ഒപ്പിച്ച് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവൾ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ പോവും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പോകുന്നുള്ളതിലാണ് നിൽക്കുന്നത്. അവർ എന്തോ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കാണാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൾ വേഗം പോയി. അപ്പോൾ കുളിക്കാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ചോദിക്കണ്ടേ എന്താ കുളിക്കുന്നൊന്നുമില്ലേന്ന്. അപ്പോൾ ആൾക്ക് പോകുന്ന നേരത്തേക്ക് കുളിച്ച് അങ്ങോട്ട് ഇറങ്ങാനായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾ ഇറങ്ങാനൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമ്മളിങ്ങനെ പറയില്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകരുതെന്ന്, യാത്രയൊക്കെ അങ്ങനെയൊക്കെ പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു യാത്ര പോകുന്നതല്ലേ, അങ്ങനെ ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് എതിർത്തും കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയായിരുന്നു കണ്ണനത് കൊടുത്ത് കഴിയട്ടെ എന്നിട്ട് പോയാൽ മതി, അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ചേട്ടൻ വെയിറ്റ് ചെയ്തോട്ടെ. പിന്നെ കണ്ണൻകുട്ടിയുടെ കഴിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. നമുക്ക് എത്ര വെയിറ്റ് ചെയ്താലും ചിലപ്പോൾ അത് ഫിനിഷ് ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ആൾ പതുക്കെ പതുക്കെയൊക്കെയാണ് കഴിക്കുക, കുറച്ച് അങ്ങോട്ട് തുപ്പി ഇങ്ങോട്ട് തുപ്പി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അവനിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ തുടയ്ക്കാനെടുക്കുന്ന തുണികളായിട്ട് തന്നെ എനിക്ക് ഒരുപാട് ഉണ്ടാവും അലക്കാനായിട്ട്. ഓരോ പ്രാവശ്യം ഭക്ഷണം കൊടുക്കുമ്പോഴും ഓരോ തുണികൾ അവന് വേണം അവൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇടാനായിട്ട്. അപ്പോൾ അതിലേക്ക് കുറേയൊക്കെ അവൻ തുപ്പി തുപ്പിയൊക്കെ ഇടും. അപ്പോൾ അങ്ങനെ കല്യാണി എന്തോ അച്ഛൻ എങ്ങോട്ടോ വലിയ യാത്ര പോകുന്നത് പോലെയൊക്കെയാണ് കേട്ടോ. അയ്യോ എൻ്റെ അച്ഛൻ പോവല്ലേ എന്താ വരിക അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ വലിയ ഇതിലൊക്കെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആൾ പോകാനിട്ട് ആൾ ഞങ്ങളെ മുഖത്തേക്ക് നോക്കാണ്ട് നിൽക്കുക. ആൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ കൊടകരയിലൊക്കെ വെച്ചിട്ട് ചേലൂർക്ക് എന്നെ ചിലപ്പോൾ ബസ്സൊക്കെ കയറ്റി വിടുമ്പോൾ ചേട്ടൻ്റെ കണ്ണുകളിങ്ങനെ എന്താ പറയുക, ആൾക്കൊരു വിഷമമൊക്കെ വരും. പിന്നെ അയ്യേ നാണാവില്ലേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ചിലപ്പോൾ ഇന്ന് പോയിട്ട് നാളെ വരാനായിട്ടായിരിക്കും. അപ്പോൾ എന്നെ ഒന്ന് നടന്ന് കൊപ്രകളത്തിൽ നിന്ന് കിണറിൻ്റെ നടന്ന് ബസ് കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ആളെയും കൊണ്ട് വരിക. പക്ഷേ ഈ മനുഷ്യൻ ഞാൻ ബസ്സിൽ കയറുമ്പോഴേക്കും ആളുടെ കണ്ണൊക്കെ നിറയും. അപ്പോൾ അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെയാണ് അമ്മ പറഞ്ഞത്, അതേ അവൻ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവനെ പറഞ്ഞാൽ അത് ആദ്യമേ ഉണ്ടല്ലോ അമ്മേ, എങ്ങോട്ടെങ്കിലും യാത്രയാക്കുമ്പോൾ ആൾക്കൊരു സങ്കടം വരലൊക്കെയാണ്. അപ്പോൾ ആൾ മുഖത്തൊന്നും നോക്കാണ്ട് അങ്ങോട്ട് പോയി. ഇന്ന് വരും, ഇന്നലെ പോയി, ശനിയാഴ്ച പോയി, ഇന്നിപ്പോൾ ഞായറാഴ്ച വരും കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിളിക്കുക പോലും ചെയ്തില്ല. ആളൊരു യാത്രയായിട്ട് അങ്ങോട്ട് പോയതല്ല, ആൾ എൻജോയ് ചെയ്യട്ടെ എന്ന് ജോലി സ്ഥലത്തു നിന്ന് എല്ലാവരും കൂടെ വർഷത്തിൽ അവരുടെ എന്തോ ഒരു എമൗണ്ടും കാര്യങ്ങളും അങ്ങനെ വെച്ചിട്ട് അവർ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണൻകുട്ടിയുടെ എക്സസൈസ് അത് മുടക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ 2-3 ദിവസം പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഞാൻ ഈവനിങ്ങിൽ ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് ക്യാമറ ഓണാക്കി വെക്കാനൊന്നുള്ള ആ ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഷൂട്ടൊന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ ചെറിയതായിട്ടെങ്കിലും എനിക്ക് വൈകിട്ട് നേരത്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്ത് കൊടുക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആൾക്ക് നിൽക്കുക, നടക്കുക. അപ്പോൾ ഇന്ന് കല്യാണി ഉള്ളതുകൊണ്ട് ആളൊരു എക്സ്ട്രാ ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കല്യാണി നീ ഒന്ന് കൂടെ നിന്നോളോ. അപ്പോൾ അവൻ കുറച്ചും കൂടെ അവന് ഇഷ്ടമായിരിക്കും. അവളുടെ കുസൃതികളും കളിയും ചിരിയൊക്കെ അവന് ഭയങ്കരമായിട്ട് അവന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും എനിക്ക് സപ്പോർട്ടെന്ന് പറയുന്നത് നമ്മുടെ ടോമിച്ചൻ തന്നെയാണ് കേട്ടോ, ടോക്കിംഗ് ടോം. അപ്പോൾ ഞാൻ അതിനും എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവന് ഇഷ്ടമാണ്. അതിങ്ങനെ ഒച്ചയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഭയങ്കര ഒരു ഇഷ്ടമാണ് അവന്. അപ്പം ഞാൻ ഈ ടോക്കിംഗ് ടോമും കല്യാണിനെയൊക്കെ പിടിച്ച് നിർത്തിയേക്കായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ ഒരു ചെറിയ വെയിൽ കണ്ട നേരത്ത് തുണികൾ, ഞാനങ്ങനെ ചെറിയ വെയിൽ കാണുമ്പോൾ തുണികൾ മുകളിലൊന്നും കൊണ്ടുവന്നിടില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കങ്ങനെ എപ്പോഴും ഞാനും കാണാനും തന്നെയൊക്കെ ഉള്ളപ്പോഴേ കാണാൻ തനിച്ചാക്കിയിട്ടൊന്നും എനിക്ക് എപ്പോഴും മുകളിലേക്ക് പോകാനായിട്ട് പറ്റില്ല. നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നിടും, 2-3 ട്രിപ്പൊക്കെ ആയിട്ട് കൊണ്ടുവന്നിടും. ഉണ്ടാവും, അത്രേ ഉണ്ടാവും തുണികൾ. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ അവന് തുണികൾ വരും. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് യൂറിനൊക്കെ നല്ല പോലെ പോവും. ചിലപ്പോൾ നമ്മുടെ പാമ്പർ ലീക്കായിട്ട് ട്രൗസറിലും ഒക്കെ ആവും. ചിലപ്പോൾ ബെഡിലാണ് കിടത്തിയേക്കുന്നതുണ്ടെങ്കിൽ ലീക്കായിട്ട് ബെഡ്ഷീറ്റിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബെഡ്ഷീറ്റും ട്രൗസറും പിന്നെ ചിലപ്പോൾ നമ്മൾ എത്രയൊക്കെ തുണിയിട്ട് കഴുത്തിക്കൂടെ തുണിയൊക്കെ ഇട്ട് വെച്ചാലും ചിലപ്പോൾ ബനിയത്തിലും ഫുഡൊക്കെ കൊടുക്കുമ്പോൾ. പക്ഷെ എനിക്കങ്ങനെ കുറച്ച് വെള്ളമാണെങ്കിൽ പോലും ബനിയനിലൊക്കെ ആയിട്ട് പിന്നെ അതിട്ട് ഇരുത്തുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ അപ്പം തന്നെ മാറ്റും കേട്ടോ.
ഇപ്പോൾ നമ്മൾ മെഷീനിലൊക്കെ അല്ല അലക്കുന്നത്. അപ്പോൾ അലക്കുന്ന ബുദ്ധിമുട്ടില്ല, ആകെ ഇപ്പോൾ ഉണക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ തുണികളുണ്ടാവും കഴുകാൻ. പിന്നെ ഇപ്പോൾ എത്ര മഴയാണെങ്കിലും കാലത്തും അതുപോലെ വൈകിട്ടും കുളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും, ചേട്ടൻ പിന്നെ ജോലി സ്ഥലത്ത് അവരെ യൂണിഫോമൊക്കെയാണ് ഇടുക. അത് കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും കുളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 നേരം ഡ്രസ്സ് എല്ലാവരും 4 പേരും മാറുമ്പോൾ അങ്ങനെയും കുറേ തുണികളുണ്ടാവും. അപ്പോൾ അമ്മ വരുന്ന ദിവസം അമ്മ ചെറിയ വെയിലാണെങ്കിൽ പോലും അമ്മ കൊണ്ടുപോയിട്ട് ഉണക്കിയൊക്കെ എടുക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഇങ്ങനെ വാടി കിടക്കുന്ന തുണികളുണ്ട്. അപ്പോൾ അതാണെങ്കിലും ഒന്ന് ചൂട് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടക്കിയെടുത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മടക്കിയെടുത്ത് വെക്കാനായിട്ട് ഒരു ഇഷ്ടക്കുറവാണ്, ഒരു സുഖമില്ല, ഒരു നനവൊക്കെ തോന്നും. അപ്പോൾ ഈ ടോക്കിംഗ് ടോമിനെയും കല്യാണിനെയും ഒക്കെ നിർത്തിയിട്ടേ അപ്പോൾ കല്യാണി പറഞ്ഞാൽ നമുക്ക് ഓട്ട മത്സരം നടത്താം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, ആമയും മൊയിലും ഓട്ട മത്സരം നടത്തണം, അവരെ തൊട്ടല്ലോ. അപ്പോൾ ഈ ടോമിയും കണ്ണനും ശരിയല്ല കേട്ടോ, അവർ നടക്കുന്നില്ല സ്പീഡിൽ. അപ്പോൾ കല്യാണി പറയും ഇവരെ കൂടെ എനിക്ക് ഓട്ട മത്സരം ശരിയാവില്ല അമ്മേ, ഇവർ 2 മടിയന്മാരെ. ടോമി അവിടെ തന്നെ നിൽക്കാം, നടക്കുന്ന പോലും ഇല്ല. കണ്ണൻ പിന്നെയും നടക്കുന്നുണ്ട്. ടോമിനേക്കാളും ഭേദം കണ്ണനായി. ടോമി കിടന്നിട്ട് ഒച്ചിണ്ടാക്കാൻ മാത്രമേ കാര്യമുള്ളൂ, അവൻ നടക്കാനൊന്നും അറിയില്ല കേട്ടമ്മേ. അപ്പം ഞാൻ പറയുന്നുണ്ട് ടോമിനേക്കാളും നല്ല കുട്ടി കണ്ണൻകുട്ടിയാ, കണ്ടില്ലേ കണ്ണൻകുട്ടി നടന്ന് വരുന്നുണ്ട്. അപ്പം കണ്ണത് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇങ്ങനെ നടത്തിക്കുമ്പോഴേ കാര്യം ശരി, നമ്മത് അടുത്ത തുണിയായിട്ട് പോകാൻ കേട്ടോ. കാര്യം ശരി നല്ലതൊക്കെയാണ്. അവൻ്റെ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ കുത്തുമ്പോൾ അവന് ഇപ്പോൾ ഫിസിക്കലി ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ മെൻ്റലി ഹാപ്പിനെസ്സാണ്. മെൻ്റലി ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പാദം കുത്തി നിർത്തുന്നത് എപ്പോഴും കാലിന് ബലം കിട്ടാൻ നല്ലതാണ് എന്ന് വിചാരിച്ച് അവൻ നാളെ ഇങ്ങനെ നിൽക്കുന്നൊന്നുമല്ല. ഫുൾ ബോഡി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവൻ നിൽക്കുന്നത്. കഴുത്തിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ കാലവൻ പാദം കുത്തുന്നത് കൊണ്ടാണ് എനിക്ക് നടുവിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരാത്തത്. അപ്പം ഞാൻ കഴുത്തിലും പിടിച്ചിട്ടുണ്ട്, ആ ഭാഗവും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ മെൻ്റലി ഭയങ്കര ഹാപ്പി ആവാണ് അങ്ങനെ നിർത്തുമ്പോൾ. അല്ലാതെ ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗവും സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ഇപ്പം നടുവും തലയും ഉറച്ചിട്ടുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ നടത്തിക്കുന്നതിലൊരു അർത്ഥമുണ്ട്. കാരണം നാളെ ആണെങ്കിൽ അവൻ തന്നെ കാലെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കും എന്നൊരിത്. പക്ഷേ ഇത് നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ, കാലിൻ്റെ ബലമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ നിർത്തുന്നതാണ്. പിന്നെ അവന് മെൻ്റലി ഭയങ്കര എന്നെക്കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യും അങ്ങനെയൊക്കെയുള്ളൊരു അവൻ്റെ മൈൻഡിലാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊരു തോന്നലും കൂടി ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പിടിച്ചൊക്കെ നിൽക്കുന്നത്. കല്ലുണ്ട് അത്ര ഹൈറ്റില്ലല്ലേ കണ്ണന്, കല്ലുവാണ് വലുത്. ശരിക്കും അവൻ്റെ പ്രായത്തിൻ്റെ ഹൈറ്റും ഇല്ല കേട്ടോ അവന്. ഞാൻ വെച്ചിട്ട് അവന് ഹൈറ്റ് ഉണ്ടെന്ന്, പക്ഷേ നിർത്തും. പക്ഷേ കാല് കുറച്ച് വളഞ്ഞിട്ടാണ് കേട്ടോ, മുട്ട് വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ കിടന്ന് ഓരോന്ന് കാണിക്കുമ്പോഴേ ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്കങ്ങനെ പിടിച്ച് എൻ്റെ നടുവൊക്കെ ആകെ ഒടിഞ്ഞു നുറുങ്ങാറായി. അപ്പോൾ ഞാൻ പറഞ്ഞേ എനിക്ക് കുറച്ച് നേരം എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ കല്ലുവിനോടൊന്ന് പിടിച്ചിരിക്കുന്നു പറയുമ്പോഴേ അവൾ പിടിച്ചിരിക്കണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് പറയട്ടെ അമ്മ കണ്ണൻ ചേട്ടനൊന്ന് മടിയിൽ വെച്ചതാകുമ്പോൾ ഞാൻ മടിയിൽ വെക്കട്ടെ. അപ്പം ഞാൻ പറയടാ നിൻ്റെ ചേട്ടനാണ് അനിയനല്ല എന്നൊക്കെ പറയാം. അപ്പോൾ അത് സാരമില്ല, ഞാൻ കുറച്ച് നേരം മടിയിൽ വെക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവളുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അമ്മ പിന്നെ തുണിയാക്കിയിട്ട് വന്നിട്ട് ആൾ നല്ല ബിസിയായിരുന്നു. പിന്നെ ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെ കുഞ്ഞു പണികൾ ആളെ ഏൽപ്പിക്കാറുണ്ട്. ഈ നൂലൊക്കെ ചുറ്റിത്തരാ, കുഞ്ഞു ബോൾസ് ഒട്ടിക്കുക, അങ്ങനത്തെ പണികളൊക്കെ. അപ്പോൾ അമ്മ ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ കാണാൻ അങ്ങനെ നിൽക്കുന്നതും. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ അങ്ങനെ നിൽക്കാറും നടത്തിക്കാൻ ട്രൈ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഈ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം അമ്മ എന്നെ വിളിച്ചൊക്കെ പറയും വീഡിയോ ഒക്കെ കണ്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായി ഇടയെ ഉണ്ണി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ ഇരുത്താനായിട്ട് ട്രൈ ചെയ്യുമ്പോഴേ ഇരിക്കാൻ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് നടക്കണം ഓടണം ആ ഒരു ചിന്തയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ടോമി ഉള്ളത് കാരണം തലപൊക്കി നോക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അമ്മാമ്മയും കല്യാണിയും ഉള്ളതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്തായാലും അവനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്യിക്കുന്നുണ്ട് അവനെ കൊണ്ട് തലപൊക്കി നോക്കണമെന്നൊക്കെ. അപ്പോൾ അവൻ്റെ മാക്സിമം അവൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കിൾ സംഭവിക്കണേന്ന്, നമുക്ക് അത്രേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. കുറേയൊക്കെ നമ്മുടെ കയ്യിലൊന്നുമല്ല, ഈശ്വരൻ്റെ കയ്യിലാണ്. നമ്മൾക്ക് പ്രാർത്ഥിക്കുക, നമ്മൾ പരിശ്രമിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരിശ്രമം നമ്മളുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയാണ്. ഈശ്വരനും കൂടെ കനിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണുള്ളൂ. ഇപ്പോൾ എൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്.
പ്രാർത്ഥനയും വഴിപാടും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ ഈശ്വരൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന സമയത്തെങ്കിലും ഇന്നതുപോലെ നടക്കണം, അങ്ങനെ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് എന്താ പറയുക, നമ്മൾ ഇപ്പോൾ കണ്ണൻ്റെ ഞങ്ങൾ വീട്ടുകാരല്ലാണ്ട് നിങ്ങൾ പുറത്തുള്ളവരുടെയും കൂടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈശ്വരൻ കുറച്ചും കൂടി അതിനൊരു മുൻഗണന കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെയൊക്കെ അവൻ്റെ വിധി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ വിധിയെ തടുക്കാനായിട്ട് ആർക്കും പറ്റില്ല എന്ന് പറയില്ലേ. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് അവൻ നടന്നേ പറ്റൂ, അവൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അവൻ ഈശ്വരനെ എന്താണ് വെച്ചേക്കുന്നത്. ഇത്രയുള്ള കാര്യങ്ങൾ ജന്മനാ ഒരു കുഴപ്പവും ഇല്ലാണ്ടിരുന്ന കുട്ടികൾ, CP ഒന്നും ആയിട്ടല്ല നമ്മുടെ കണ്ണൻ ജനിച്ചത്. അവൻ നോർമലായിട്ടുള്ളൊരു കുഞ്ഞായിട്ടാണ് അവൻ ജനിച്ചത്. അത്യാവശ്യം തൂക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവൻ ജനിച്ചത്. പക്ഷേ വിധി എന്ന് പറയുന്നൊരു സംഭവം നമ്മളെ ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിച്ചു. ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് എനിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം എന്ത് തന്നെയാണെങ്കിലും മുന്നോട്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ എന്നാലും നമുക്കൊരു പ്രതീക്ഷ, എന്തൊരു കാര്യം നമ്മൾക്ക് ഇല്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴും ഇപ്പം നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ പോലും നമ്മൾ ഒരു പക്ഷെ അത് തിരിച്ച് കിട്ടിയെങ്കിലോ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ. അപ്പം അതുപോലെ ബൈ ചാൻസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ, അങ്ങനെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഞാൻ വഴിപാടുകൾ ചെയ്യുന്നത് പോലെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകായിരം പേരുണ്ട്. എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ 1-ാം തീയതികളിലൊക്കെ എനിക്ക് ഇങ്ങനെ വഴിപാടുകളുടെ റെസീറ്റുകൾ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ഫോട്ടോസുകൾ ഇങ്ങനെ വരും. നമ്മളൊരു പരിചയവും ഇല്ലാത്ത, ചിലപ്പോൾ ഞാൻ അധികം സംസാരിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു പോലും നിറഞ്ഞു പോകാറുണ്ട്. പിന്നെ ഞാൻ പറയുന്നില്ലേ, കാരണം ഞാനും ആകെ ഇമോഷണലായിപ്പോൾ. അപ്പോൾ കണ്ണൻകുട്ടീനെ പിന്നെ പായൊക്കെ വിരിച്ചിട്ട് നമ്മളിങ്ങനെ കെടുത്തിയിട്ട് കുറേ നേരം, ഞാൻ പായ വിരിച്ച് അങ്ങനെ തീരെ കെടുത്താറില്ല. നമ്മൾ കണ്ടില്ലേ, ഭയങ്കര ഈച്ചയാണ്. ഈച്ചനെ ആട്ടി തോക്കും. പിന്നെ ഞങ്ങളവിടെ അടുത്ത് തന്നെ ഇരുന്നു. പിന്നെ പായയിൽ കെടുത്തി കഴിഞ്ഞാൽ തണുവും ഒക്കെ അല്ലേ. അപ്പോൾ അത് കാരണം അങ്ങനെ കെടുത്താറില്ല. പക്ഷെ അങ്ങനെ കെടുത്തിയപ്പോഴേ, നിലത്ത് കെടുത്തുമ്പോഴാണ് അവന് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നീങ്ങി നിരങ്ങിയൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കെടുത്തിയപ്പോൾ നീങ്ങിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ബോഡിയും ഒന്ന് ഉറക്കണമെങ്കിൽ നിലത്ത് തന്നെ കിടത്തണം. അപ്പം ഞങ്ങൾ എടുത്തിരുന്നും കൊണ്ട് തന്നെ അവനെ കുറച്ച് നേരം നിലത്തൊക്കെ കിടത്തിയിട്ടോ. അപ്പോൾ അവനും ഹാപ്പി ആയിരുന്നു. ആ ടോക്കിംഗ് ടോമാണ് അവനിപ്പോൾ നിലവിൽ ഭയങ്കര ഹാപ്പിയാക്കി നിർത്തുന്ന ഒരാൾ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കുകയാണ്. ഇനി എന്നാണ് വീഡിയോ ഇടാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ പോവാം. കാരണം എനിക്ക് ഒരുപാട് വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് പറഞ്ഞാൽ അധികം അങ്ങനെ വരുമാനമൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു ബിസിനസ്സിൽ നിന്ന് തന്നെയാണ് എനിക്ക് വരുമാനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് എവിടെ നിന്നാണ് വരുമാനം കിട്ടുന്നത്, അതിന് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുന്നതല്ലേ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ അതിനാണ് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്ന് വെച്ച് നിങ്ങൾ ആരും ഞാൻ മറക്കാൻ പോകുന്നില്ല. വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. ടാറ്റാ.